ഹലോ ഹലോ. ഇന്ന് ഞാനും എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടുമായിട്ടുള്ള ഒരു ചെറിയൊരു യാത്രയാണ് കേട്ടോ. ഈ സൂപ്പർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്തിൻ്റെ പേരെന്ന് പറയുന്നത് വെസ്റ്റർ ഹോൾട്ട് എന്ന പേരുള്ള ഒരു ഓൾഡ് വില്ലേജാണ്. നമ്മുടെ ജർമ്മനിയിലെ ഹെർട്ടൻ എന്ന ഭാഗത്തുള്ളതാണ് കേട്ടോ. ഈ ലേക്കിനടുത്തായിട്ടാണ് ഒരു കാസിലുണ്ട്. ഇതാണ് ഇവിടുത്തെ ഫേമസ് അട്രാക്ഷൻ. ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഈ കാസിൽ 1350 പണിതെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഹോട്ടലായിട്ടും ഗോൾഫ് ഹൗസൊക്കെ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മളിങ്ങനെ ചരിത്രമൊക്കെ പറഞ്ഞ് നടന്നു പോകുമ്പോൾ ഇവിടെ ചുറ്റുമായിട്ട് ഈ ഹാഫ് ടിമ്പേർഡ് ആയിട്ടുള്ള ഹൗസസ് ഉണ്ട്. ഓൾഡ് ജർമ്മൻ സ്റ്റൈലിലാണ് ഇവയൊക്കെ പണിതേക്കുന്നത് കേട്ടോ. 1910-ലും 1738-ലും ഒക്കെ പണിത വീടുകളാണ്. ഏകദേശം 300 വർഷം പഴക്കമുണ്ട്. ചില വീടുകളുടെ മുന്നിലായിട്ട് അത് ഏത് വർഷം പണിതതാണെന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വീടുകൾ മാത്രമല്ല, ഇവയൊക്കെ ചെറിയ ഷോപ്പുകളും റെസ്റ്റോറൻ്റൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഞാൻ നിന്നെ ഒരിടം വരെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞപ്പോഴേക്കും സീരിയസ്ലി ദ മൊമെൻറ്റ് വി കെയിം ഹിയർ, വാവ്, ഒരു സ്റ്റോറി ബുക്കിൻ്റെ വില്ലേജിലൊക്കെ വന്ന പോലെ എനിക്ക് തോന്നി കേട്ടോ. പിന്നെ ഓരോ വീടിൻ്റെ ഫ്രണ്ടിലായിട്ടും അവർ ചെറുതും വലുതുമായിട്ടുള്ള ഇതുപോലെ കണ്ണിന് കുളിർമയേകുന്ന ഓരോ കൗതുക വസ്തുക്കളും വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഈ ചെറിയ വീതിയിൽ കൂടി നടന്നു പോകുമ്പോൾ കാണാൻ വളരെ ഭംഗിയാണ്. ഓട്ടം സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഈ ഇലകൾക്ക് പിന്നിലായി മറഞ്ഞു നിൽക്കുന്ന ഈ ഒരു ചർച്ച് കാണാൻ വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഇത് ഫേമസ് ആയിട്ടുള്ള ഹിസ്റ്റോറിക് ചർച്ചായിട്ടുള്ള സെൻറ്റ് മാർട്ടിനസ് ചർച്ചാണ്. ഒരു സിമ്പിൾ ആൻഡ് ക്ലാസിക് ആയിട്ടുള്ള ഈ ചർച്ച് പണിതത് 1310-ലാണ്. എത്ര വർഷം പഴക്കമുണ്ട് അല്ലേ. പിന്നെ ഞങ്ങൾ ഇവിടെ അടുത്തുള്ള കഫേയിൽ നിന്ന് ഒരു കോഫിയും കൂട്ടത്തിൽ നാച്ചുറായിട്ടുള്ള ഒരു കേക്കൊക്കെ കഴിച്ചു. അങ്ങനെ പള്ളിമണികളുടെ മുഴക്കവും കണ്ണിന് കുളിർമയേകുന്ന ഓൾഡ് വില്ലേജുമായിട്ട് പിന്നെ നമ്മുടെ സംസാരമൊക്കെ ആയിട്ട് ആ ഒരു പീസ്ഫുൾ ഡേ അങ്ങനെ തീരുകയായിരുന്നു.